സ്വന്തം രാഷ്ട്രീയ പാർട്ടി, ആ കക്ഷിയടങ്ങുന്ന മുന്നണി, ആ മുന്നണിയുടെ സർക്കാർ, അവരൊക്കെ എത്ര പ്രമാദമായ തെറ്റുകൾ ചെയ്താലും, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിച്ചാലും, അവർക്കെതിരെ തെളിവുകൾ സഹിതം എത്ര ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായാലും, അത്തരം സന്ദർഭങ്ങളിൽ അവരെ ന്യായീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായ ഒരു ശരി. ന്യായീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുമെങ്കിലും ചെയ്യണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മുടെ പാർട്ടി പിളർന്നേക്കാം, ശിഥിലമായേക്കാം, മുന്നണി പൊളിഞ്ഞേക്കാം, അതുപോലെ മുന്നണിയുടെ സർക്കാർ താഴെ വീണേക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു റിസ്ക്, അപകട സാധ്യത കണക്കിലെടുക്കാതെ കൽക്കത്ത മെഡിക്കൽ കോളേജിൽ നടന്ന കൊലപാതകത്തിൻ്റെ പേരിൽ വളരെ ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. കൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജ് വളരെ പ്രസിദ്ധമാണ്, നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. അവിടെ ഒരു PG ഡോക്ടർ അവർ വിശ്രമിക്കുന്ന സമയത്ത് സെമിനാർ ഹാളിൽ ഉറങ്ങുമ്പോൾ മൃഗീയമായ തരത്തിൽ മാനഭംഗത്തിനിരയായി മരണപ്പെട്ടു. അത് സംബന്ധിച്ച് അന്വേഷണം വേണ്ടവർ നടക്കുന്നില്ല എന്ന് പരാതിയുണ്ടായി. പിടിയിലായ ഒരു പ്രതിയുണ്ട്, അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിൽ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെതിരെ, ഭരണകക്ഷിക്കെതിരെ, സർക്കാരിനെതിരെ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ കേസിലെ പ്രതിയെ രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് പ്രാദേശിക ഭരണകൂടവും കോളേജ് അധികൃതരും ശ്രമിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. മരണപ്പെട്ട കുട്ടിക്കും അവരുടെ കുടുംബത്തിനും നീതി കിട്ടാനല്ല ഇവർ ശ്രമിച്ചത്, അതേസമയം കുറ്റവാളിയെ രക്ഷിക്കാനാണ്. അതുമാത്രമല്ല, രാജ്യത്താകമാനം രാത്രികാലത്തും മറ്റും ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പ്രവർത്തിക്കുന്ന വനിതാ ഡോക്ടർമാർ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന ആശങ്കയും ഈ സംഭവം ഉയർത്തുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞു, നിർഭയ കേസ് വന്നപ്പോൾ ധാരാളം ശക്തമായ നിയമങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായതാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ അതൊന്നും സ്ത്രീകളുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് മതിയാകുന്നില്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഉന്നാവോ, ഹാത്രസ്, കാഡ്വ എന്നീ സ്ഥലങ്ങളിൽ നേരത്തെ ഉണ്ടായ അതിഭയങ്കരങ്ങളായ ചില സംഭവങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ട് നേരിട്ടുള്ളൊരു കടന്നാക്രമണമായിരുന്നില്ല. പറയുന്നത് പ്രാദേശിക ഭരണകൂടത്തിനും മെഡിക്കൽ കോളേജിനും പറ്റിയ വീഴ്ചയെ പറ്റിയ, അല്ലെങ്കിൽ അവർ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് ചെന്നു കൊണ്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ നെഞ്ചിൽ തന്നെയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവുമായി ചേർന്നല്ല മത്സരിച്ചത്, ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ലൈനാണ് തൃണമൂൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ ഒരു അസാധാരണമായ നടപടിയാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. ഒരു റിസ്കി ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം TMC അഥവാ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. ലോക്സഭയിൽ ആ സഖ്യത്തിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സർക്കാരിനെതിരെ ഇതുപോലെ അതിനിശ്ചിതമായ വിമർശനവുമായി രംഗത്ത് വരിക എന്ന് പറയുന്നത്, അതാണ് അസാധാരണം എന്ന് വിശേഷിപ്പിച്ചത്. ലോക്സഭയിൽ 101 സീറ്റുള്ള കോൺഗ്രസിനും 37 സീറ്റുള്ള സമാജ്വാദി പാർട്ടിക്കും പിന്നിൽ 29 സീറ്റുമായി 3-ാം സ്ഥാനത്താണ് തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നത്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ 29 സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പരാണ്, സംഖ്യയാണ്. അതൊരു നിസ്സാരമായ അംഗബലമല്ല 29 സീറ്റ്.
അവർക്ക് രാജ്യസഭയിൽ 13 സീറ്റുമുണ്ട്. നാളെ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിലൊക്കെ ഈ 29 ഒരു നിർണായക ഘടകമായിട്ട് മാറും. ഇന്നിപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടുമായി അതിൻ്റെ പേരിൽ തർക്കിച്ച് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നകലാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് മമതാ ബാനർജിയോട് അതൊക്കെ സംഭവിക്കാം. അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ അവരെടുക്കുന്ന നിലപാട് ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, മോദി സർക്കാർ നിലനിൽക്കുന്നത് TDP, JDU മുതലായ പാർട്ടികളുടെ ഔദാര്യത്തിൽ അവർ നൽകുന്ന പിന്തുണയിന്മേലാണ്. നാളെ ഇവരൊക്കെ വേണമെങ്കിൽ പിന്തുണ പിൻവലിക്കാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് പാർട്ടികളുടെ രാഷ്ട്രീയ പൂർവ്വകാലം നമുക്കറിയാവുന്നതാണ്, ചരിത്രം നമുക്ക് നല്ല ബോധ്യമുള്ളതാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അടുത്ത മാസങ്ങളിലോ വർഷങ്ങളിലോ ഒക്കെ പല സംഭവ വികാസങ്ങളും ഉണ്ടാവാം. അപ്പോഴൊക്കെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ 29 സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അത് അത്ര ഇഴുകിച്ചേർന്നല്ല അവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ വേറെ മത്സരിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഇത്രയും സീറ്റുകൾ നേടിയത്. അത് കഴിഞ്ഞ് മോദി സർക്കാർ രൂപവൽക്കരിച്ചതിന് ശേഷം പാർലമെന്റിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ ഒരു യോഗം ചേരുകയുണ്ടായി. അതിൽ BJP എതിരെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കേണ്ട എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് മറികടന്നുകൊണ്ട് മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വം അത്രയ്ക്ക് അംഗീകരിച്ചു കൊടുക്കുന്ന ആളല്ല മമതാ ബാനർജി. അവരൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഇഗോയുടെ കാര്യത്തിൽ അവർ ആരുടെയും മുമ്പിൽ നിൽക്കും. ക്ഷിപ്ര കോപിയാണ്. ഇതൊക്കെയാണ് അവരുടെ പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ. കോൺഗ്രസിനോട് അത്ര പഥ്യമല്ല. കോൺഗ്രസിനോട് പിണങ്ങിയാണ് അവർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഈ ധാരണ, ഐക്യം, ഈ ഒന്നിച്ചു നിൽപ്പ് അതവർക്ക് ഒട്ടും പിടിക്കുന്നില്ല, ഒട്ടുമേ രുചിക്കുന്നില്ല. അതിനെ വളരെ ശക്തമായിട്ട് പരസ്യമായിട്ട് അവർ വിമർശിക്കുന്നുമുണ്ട്. അതുപോലെ കഴിഞ്ഞ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയും മമതയും തമ്മിലുള്ള സംഘർഷം, വാക്പോര്, വ്യക്തിപരമായ വൈരാഗ്യം, ശത്രുത അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മമതയുടെ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു സമീപനം എടുത്തിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് എങ്ങനെ മുതലെടുക്കണമെന്ന് BJPക്ക് നന്നായിട്ടറിയാം. അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഈ കാരണത്തിൻ്റെ പേരിൽ തൃണമൂല് ഇന്ത്യ മുന്നണിയുമായി തെറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം, പാപഭാരം തൻ്റെ തലയിൽ വന്ന് പതിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അനീതിക്ക് ഇരയായ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും കൂടെ നിൽക്കാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ലാഭം നോക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കാനാണ് ശ്രമിച്ചത്. രാഷ്ട്രീയമായ ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിശബ്ദത പാലിക്കാൻ പറ്റുന്ന ഒരു പ്രകൃതമല്ല രാഹുൽ ഗാന്ധിയുടേത്. അദ്ദേഹം കുറച്ച് ദിവസം കാത്തിരുന്നു. വാസ്തവത്തിൽ പോലീസിന്റെ അന്വേഷണത്തിലെ ചില പാകപ്പിഴകളെപ്പറ്റി മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഈ അടുത്ത ഞായറാഴ്ചയ്ക്കകം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവുന്നില്ലെങ്കിൽ കേസ് CBIക്ക് വിടാം എന്ന് അവർ നേരത്തെ സമ്മതിച്ചതാണ്. പക്ഷേ ഇതിനിടയിൽ കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടു. അവർ കഴിഞ്ഞ ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. ഈ കേസ് CBIക്ക് വിടുന്നതിന് തീരുമാനിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നിലപാടുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല കേട്ടോ. 2013 ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായതാ.
അന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു സുപ്രധാനമായ വിധി വന്നു. അതായത് ക്രിമിനൽ കുറ്റങ്ങളിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന MLA-മാർ MP-മാർ അവരുടെ പദവി നഷ്ടപ്പെടുമെന്നായിരുന്നു ആ വിധി. പക്ഷെ അതിനെ മറികടക്കുന്നതിന് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന MLA-മാർക്കും MP-മാർക്കും 6 മാസത്തേക്ക് സാവകാശം നൽകാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ ഓർഡിനൻസ്. അതായത് പദവി ഒഴിയുന്നതിന് 6 മാസം സാവകാശം. ഇതിനോട് അന്ന് രാഹുൽ ഗാന്ധി യോജിച്ചില്ല. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ഈ ഓർഡിനൻസിന്റെ കോപ്പി പരസ്യമായിട്ട് വലിച്ചു കീറി എറിഞ്ഞു. പിന്നീട് ആ ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നുമില്ല. അന്ന് അതൊരു അപക്വമായ നടപടിയായി വിമർശിക്കപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്തെങ്കിലും സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായ ഒരു മനസ്സിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ ബഹിർസ്ഫുരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നടപടി. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കൽക്കത്ത മെഡിക്കൽ കോളേജിലെ ഈ ദാരുണമായ കൊലപാതകം സംബന്ധിച്ച കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം നീതിക്കും മനുഷ്യത്വത്തിനും അനുരൂപമായ ഒരു നിലപാടെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ ലാഭങ്ങൾ അദ്ദേഹം കണക്കിലെടുക്കുന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണം ഒട്ടും സൗഹൃദപൂർണമായിരുന്നില്ല. അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരു തരത്തിലുള്ള പ്രത്യാക്രമണമാണ് അവർ നടത്തിയത്. അതായത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുൻകാല ഭരണകാലത്ത് സ്ത്രീകൾക്കെതിരായിട്ട് ഇതിനേക്കാൾ വളരെ ഹീനമായ അതിക്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവരെ ഈ 2 പാർട്ടികളെ പ്രതിരോധിച്ചത്. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും മറച്ചുപിടിച്ച് സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും അതിൻ്റെ ഭരണകൂടത്തെയും ന്യായീകരിക്കാൻ നമ്മൾ നിർബന്ധിതമാകുന്ന ഇക്കാലത്ത് കൺമുമ്പിൽ നടക്കുന്ന തെമ്മാടിത്തങ്ങളെ പോലും ജീവൻ രക്ഷാ പ്രവർത്തനമായി ചിത്രീകരിക്കുന്ന വക്രബുദ്ധിയുടെ ഈ സമയത്ത് ഖജനാവ് ധൂർത്തടിച്ച് സംസ്ഥാനത്തെ പൊടിച്ചു തേച്ചു കഴുകുന്ന ഇന്നത്തെ ഈ കെട്ട സമയത്ത് അതിനെ ന്യായീകരിക്കാൻ നമ്മൾ നിർബന്ധിതമാകുന്ന ഇന്നത്തെ പരിതസ്ഥിതിയിൽ രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയോ തെറ്റോ എന്ന് കാത്തിരുന്ന് കാണാം.